നമസ്കാരം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് അല്ലേ പ്രശാന്ത്, ഇനി ഏതാണ്ട് കൗണ്ട് ഡൗൺ ഒക്കെ തുടങ്ങിക്കഴിഞ്ഞു. ആ വോട്ടെണ്ണലിന്റെ സമയം വേണ്ട രണ്ടാഴ്ച തികച്ചില്ല. 10 ദിവസം അടുപ്പിച്ച് റിസൾട്ട് അറിയാം. മെയ് 4 BJPയുടെ വളരെ വ്യക്തമായ ചില കണക്കുകൂട്ടലുകളുണ്ട്. ചിലർ പറയുന്നത് BJPയുടെ കണക്കുകൂട്ടൽ അവർ LDFനെയും UDFനെയും വെട്ടി ഭൂരിപക്ഷം വാങ്ങി നിയമസഭ എത്തി കേരളം ഭരിക്കുമെന്നൊക്കെയാണ്. പക്ഷെ അതല്ല, വളരെ വ്യക്തമായ കണക്കൂട്ടലുമായിട്ടാണ് ഇത്തവണ BJP ഇറങ്ങിയതും ഇപ്പോൾ ആ കണക്കൂട്ടലും തന്നെയാണ്, അതിൽ കൂടെ തന്നെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും. എന്തൊക്കെയാണ് ആ പുതിയ വിലയിരുത്തലുകൾ, പുതിയ ഇത് മനസ്സിലായി. BJP ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് BJP നടത്തിയിരിക്കുന്ന വിലയിരുത്തലാണ് ഏതാണ്ട് അതിനെക്കുറിച്ചുള്ള, നമുക്ക് BJPക്ക് ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ 100% ഇതിങ്ങനെയാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷെ അതിനെ സംബന്ധിക്കുന്ന ലോജിക്കലായ കുറെ കാര്യങ്ങൾ, വളരെ യുക്തിസഹമായ കുറെ കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ പങ്കുവെക്കാം. ശരിക്കും 35 മണ്ഡലങ്ങളിലാണ് BJP നിർണായക ശക്തിയായിരിക്കുന്നത്. BJP തന്നെ പറയുന്ന കണക്കാണത്. അതായത് 35 മണ്ഡലങ്ങളിൽ 2 മണ്ഡലങ്ങളിൽ BJP 60,000 അതിൽ കൂടുതലോ വോട്ട് നേടും. 16 മണ്ഡലങ്ങളിൽ BJP 50,000 പ്ലസ് 50,000 അല്ലെങ്കിൽ 50,000-ൽ കൂടുതൽ വോട്ട് നേടും. 17 മണ്ഡലങ്ങളിൽ 40,000-ന് പുറത്ത് വോട്ട് നേടും. അങ്ങനെയാണ് ഈ 35 മണ്ഡലങ്ങൾ BJP കൂട്ടിയിരിക്കുന്നത്. അതിൽ ഈ പറഞ്ഞതുപോലെ 60,000-ലധികം വോട്ട് നേടുന്ന 2 മണ്ഡലങ്ങൾ അത് BJP ഉറപ്പായിട്ടും ജയിക്കും എന്ന് അടിവരയിട്ട് പറയുന്നു. അത് മറ്റൊന്നുമല്ല, നേമവും കഴക്കൂട്ടവുമാണ്. ഈ 2 മണ്ഡലത്തിലും BJPക്ക് 60,000-ലധികം വോട്ട് കിട്ടുമെന്നാണ് BJPയുടെ തന്നെ വിലയിരുത്തൽ. പോയിട്ട് 16 മണ്ഡലങ്ങളുണ്ട്. മഞ്ചേശ്വരം, പാലക്കാട്, അതുപോലെ ചാത്തന്നൂർ, അങ്ങനെ തുടങ്ങി 16 മണ്ഡലങ്ങളിൽ BJP 50,000 അല്ലെങ്കിൽ 50,000-ലധികം വോട്ട് നേടും. അവിടെ എനിക്കൊരു ചെറിയ ഒരു കാര്യം പറയാനുള്ളത്, 50,000-ലധികം വോട്ട് നേടുന്നതോ 50,000-നോട് അടുത്ത് വോട്ട് നേടുന്നതോ ഉള്ള സാധ്യതയുണ്ട്. അതായത് ഒരു 45,000-നും 50,000-നും ഇടയ്ക്ക് വോട്ട് വരാനുള്ള സാധ്യത. അതൊരു ജയസാധ്യത കൂടിയല്ലേ? അതൊരു ജയസാധ്യതയാണെന്ന് നമുക്ക് അങ്ങനെ പെട്ടെന്ന് പറയാൻ പറ്റില്ല. ഒരു ശക്തമായ ത്രികോണ മത്സരം നടക്കുകയാണെങ്കിൽ അതൊരു ജയസാധ്യത ആണ്. അതായത് 45,000-നും 50,000-നും ഇടയ്ക്ക്, പ്രത്യേകിച്ചും കൃത്യമായിട്ട് പറഞ്ഞാൽ 48,000-ന് മുകളിലേക്ക് വോട്ട് പിടിക്കുന്ന മണ്ഡലങ്ങളിൽ തീർച്ചയായിട്ടും ശക്തമായ ത്രികോണ മത്സരമാണെങ്കിൽ അവിടെ BJP ജയിക്കും. ആരാണോ 48,000-ലധികം വോട്ട് പിടിക്കുന്നത് അവർക്ക് ജയസാധ്യതയുണ്ട്. വളരെ ചെറിയ ഭൂരിപക്ഷത്തിനെങ്കിലും അവർ ജയിക്കാം. അത് BJP ആണെങ്കിലും CPM ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ആരാണെങ്കിലും. പക്ഷെ ഈ 16 മണ്ഡലങ്ങളിൽ 50,000-ഓ അതിൽ കൂടുതലോ വോട്ട് നേടും എന്ന് പറഞ്ഞാൽ കണക്കുകളിൽ ഒരു ചെറിയ പൊരുത്തക്കേട് എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ 50,000 പ്ലസ് ഓർ മൈനസ് എന്ന് പറയാൻ കാരണം. വേറൊരു 17 മണ്ഡലത്തിൽ BJP 40,000-ന് പുറത്ത് വോട്ട് നേടും. അത് ഏതാണ്ട് ശരിയാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ, ഇപ്പോൾ ഉദാഹരണത്തിന് ചിറയൻകീഴ് ഒരു A ക്ലാസ് മണ്ഡലമൊന്നും അല്ല. പക്ഷെ BJP 40,000-ന് പുറത്ത് വോട്ട് നേടാൻ സാധ്യതയുള്ളൊരു മണ്ഡലമാണ്. നേരത്തെ പറഞ്ഞ 16 മണ്ഡലങ്ങളുണ്ടല്ലോ, 50,000-നടുത്ത് വോട്ട് നേടുന്ന, അതിൽ വർക്കല നമുക്ക് പെടുത്താവുന്നതാണ്. ചാത്തന്നൂര് ഞാൻ പറഞ്ഞു നേരത്തെ, പാലക്കാട് പറഞ്ഞു, മഞ്ചേശ്വരം പറഞ്ഞു, തൃപ്പൂണിത്തറ നല്ല സാധ്യതയുണ്ട്. അത് BJP അല്ല, അവിടെ NDAയുടെ സഖ്യകക്ഷിയായ 2020 മത്സരിക്കുന്നത്. എങ്കിലും ഈ പറഞ്ഞതുപോലെ ഒരു 45,000-ന് മുകളിലേക്ക് വോട്ട് വരാൻ സാധ്യതയുള്ളൊരു മണ്ഡലമാണ് തൃപ്പൂണിത്തറ. ചാത്തന്നൂര്, വർക്കല, വട്ടിയൂർക്കാവിൽ ശക്തമായ ത്രികോണ മത്സരമാണ് നടന്നത്. അതുകൊണ്ട് BJP അവിടെ ഒരു 48,000-നും 50,000-നും ഒക്കെ അടുത്ത് വോട്ട്, 50,000 പ്ലസ് ഓർ മൈനസ് ഒരു 52,000-വും 48,000-നും ഒക്കെ ഇടയ്ക്ക് വോട്ട് പിടിക്കുകയാണ്. BJPയുടെ ജയസാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. മറ്റു രണ്ടുപേരും, ആരെങ്കിലും ഒരാൾ മോശമായി പോയാൽ നമുക്കൊന്നും പറയാൻ കഴിയില്ല, നമ്മുടെ കണക്ക് തെറ്റിപ്പോകും. പക്ഷേ ശക്തമായ ത്രികോണ മത്സരമാണ് അവിടെ നടന്നിരുന്നതെങ്കിൽ BJPയുടെ സാധ്യത മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് പോലെ തന്നെ അവിടെ BJPക്ക് സാധ്യത കൊടുക്കേണ്ടിയിരിക്കുന്നു, കൽപ്പിക്കേണ്ടിയിരിക്കുന്നു. BJP ജയിച്ചുകൂടായികയില്ല. അതുപോലെ തന്നെ നമ്മൾ ഈ തിരുവനന്തപുരം ജില്ലയിൽ കാട്ടാക്കട, എൻ്റെ ഒരു ഊഹം 40,000-ന് പുറത്ത് BJP വോട്ട് നേടുന്ന ഒരു മണ്ഡലമാണ്. ആറ്റിങ്ങൽ തീർച്ചയായിട്ടും
ഒരു 45,000 പ്ലസ് ഓർ മൈനസ് വോട്ട് നേടാൻ സാധ്യതയുള്ള ഒരു മണ്ഡലമാണ് ആറ്റിങ്ങൽ. നെടുമങ്ങാട് ഞാൻ അത്ര കോൺഫിഡന്റ് അല്ല, എന്നാലും 40,000-ന് പുറത്ത് വോട്ട് നേടാൻ കഴിയുന്ന ഒരു മണ്ഡലമാണ് BJPക്ക്. പക്ഷെ അവിടെ ഒരു ശക്തമായ ത്രികോണ മത്സരം നടന്നിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അവിടുത്തെ മത്സരം LDF-ഉം BJPയും തമ്മിലാകാനുള്ള ഒരു സാധ്യതയാണ് ഞാൻ കാണുന്നത്. അതുപോലെ നമ്മളിങ്ങനെ കൊല്ലത്ത് ചാത്തന്നൂരിന്റെ കാര്യം ഞാൻ പറഞ്ഞു. കരുനാഗപ്പള്ളി ഒരു 40,000-ന് പുറത്തല്ല 45,000-ന് പുറത്ത് വോട്ട് നേടാൻ സാധ്യതയുള്ള മണ്ഡലമാണ്. ശോഭാ സുരേന്ദ്രൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 48,800 ചില്ലുവാനം വോട്ട് നേടിയ മണ്ഡലമാണ്. അപ്പൊ BJPക്ക് വോട്ട് നേടാൻ കഴിയുന്ന ഒരു മണ്ഡലമാണ് കരുനാഗപ്പള്ളി. ഇവിടെ ഒന്നും നമ്മൾ BJPയെ എഴുതിത്തള്ളാൻ കഴിയില്ല. അപ്പോൾ BJPക്ക് ഇത്തവണ കൃത്യമായിട്ടും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 35 മണ്ഡലങ്ങളിൽ വളരെ കൃത്യമായ മുന്നൊരുക്കങ്ങളോടുകൂടി തയ്യാറെടുപ്പുകളോടുകൂടി BJP മത്സരിച്ചിരിക്കുകയാണ്. അതിന് ഞാൻ പാർട്ടി നേതൃത്വത്തിൻ്റെ മാത്രം എടുക്കൊന്നുമല്ല, അത് താഴെ തട്ടിൽ പ്രവർത്തകർ എണ്ണയിട്ട യന്ത്രം പോലെ പാർട്ടി മിഷണറിയെ ചലിപ്പിച്ചു. RSSന്റെ പിന്തുണ ശക്തമായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞതുപോലെ ഇവരുടെ ഈ ഇടതുപക്ഷത്തിൻ്റെ സംഭാവന വളരെ വലുതാണ്. അത് നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. തിരുവനന്തപുരം നഗരസഭയിൽ എങ്ങനെയാണോ ആര്യ രാജേന്ദ്രനും ഇടതുപക്ഷവും BJPക്ക് കനത്ത സംഭാവന നൽകി അവർ തൃപ്തിയടഞ്ഞത്, അതുപോലെ ഈ മണ്ഡലങ്ങളിലെല്ലാം ഈ ഭരണവിരുദ്ധ വികാരം എന്ന ഒരു കനത്ത സംഭാവന ഇടതുപക്ഷം നൽകിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ 140-ൽ 35 മണ്ഡലങ്ങൾ സത്യത്തിൽ അതിൽ 2 BJP ഉറപ്പായിട്ടും ജയിക്കും എന്ന് പറയുന്നു. ബാക്കി 33 മണ്ഡലങ്ങളിലെ സ്ഥിതി പ്രവചനാതീതമാണ്. എന്ത് സംഭവിക്കാം? ഈ 35 മണ്ഡലങ്ങളിൽ അങ്ങനെ വരുമ്പോൾ BJPയുമായിട്ട് ഒന്നുകിൽ ഇടത് അല്ലെങ്കിൽ വലത്, ഒന്നുകിൽ ഒരു ത്രികോണ മത്സരം. ഇപ്പൊ ഉദാഹരണത്തിന് വർക്കല ശക്തമായ ത്രികോണ മത്സരം നടക്കും എന്ന് എല്ലാവരും പറഞ്ഞ ഒരു മണ്ഡലമാണ്. അത് നടന്നു എന്ന് തന്നെ നമുക്ക് കരുതാം. അതുപോലെ അങ്ങനെ പല മണ്ഡലങ്ങളും. പക്ഷേ ഏകപക്ഷീയമായിട്ട് 2 ധ്രുവങ്ങളിലായിട്ട് മത്സരിച്ച, ഒരു വശത്ത് BJPയും മറുവശത്ത് ഒന്നുകിൽ LDF അല്ലെങ്കിൽ UDF അങ്ങനെ മത്സരിച്ച മണ്ഡലങ്ങളുമുണ്ട്. ഉദാഹരണത്തിന് പാലക്കാട് ഒരു വശത്ത് BJPയും മറുവശത്ത് UDF. മഞ്ചേശ്വരം BJPയും UDF-ഉമാണ്. കാസർഗോഡ് BJPയും UDF-ഉമാണ്. ഒരു ചെറിയ ഇതിന് അവിടെ LDF ഒന്ന് കയറി വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. LDF CPM-ന്റെ വിലയിരുത്തൽ കാസർഗോഡ് BJP ജയിക്കാൻ സാധ്യതയുണ്ടെന്നാണ്. ഞാനതങ്ങനെ കരുതുന്നില്ല. ഷാനവാസ് പാദൂർ എന്ന് പറഞ്ഞൊരു സ്ഥാനാർത്ഥിയെ നിർത്തിയത് കൊണ്ട് മാത്രം കാസർഗോഡ് മുസ്ലിം ലീഗിന്റെ മേൽക്കോയ്മയെ തകർക്കാൻ കഴിയില്ല. കാരണം കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിൽ തീർച്ചയായിട്ടും മുസ്ലിം ലീഗിന് വലിയ മുന്നേറ്റം കാഴ്ചവെക്കാൻ കഴിയുന്ന ഒരു പ്രദേശമാണ്. അതുപോലെ ഈ ശക്തമായ ത്രികോണ മത്സരം അല്ലാതെ നടന്ന ഒരുപാട് മണ്ഡലങ്ങളുണ്ട്. അവിടെ നേരിട്ട് ഒന്നുകിൽ LDF അല്ലെങ്കിൽ UDF ആണ് BJPയോട് ഏറ്റുമുട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ 35 മണ്ഡലങ്ങൾ കഴിഞ്ഞ് ബാക്കി 105 മണ്ഡലങ്ങളിലാണ് ശരിക്കും മത്സരം നടന്നിരിക്കുന്നത്. ഈ പറയുന്ന BJP വലിയ റോൾ എടുക്കാത്ത 105 മണ്ഡലങ്ങൾ. പക്ഷെ അവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ടത് BJPക്ക് 40,000-ന് താഴെ 30,000-നും 40,000-നും ഇടയ്ക്ക് വോട്ട് കിട്ടുന്ന മണ്ഡലങ്ങളുണ്ട്. 25,000-ന് മേളിൽ വോട്ട് കിട്ടുന്ന മണ്ഡലങ്ങളുണ്ട്. അവിടെയൊക്കെ BJPയുടെ വോട്ട് ആരെ തോൽപ്പിക്കും ആരെ ജയിപ്പിക്കും എന്ന് പെട്ടെന്ന് പറയാൻ കഴിയില്ല. നിർണായകമായ ഘടകമാണ്. ഒരു 35,000 വോട്ട് BJP പിടിച്ചാൽ അതിക്കുറി ആർക്ക് ദോഷം ചെയ്യും? LDF-ന് ദോഷം ചെയ്യുമോ? UDF-ന് ദോഷം ചെയ്യുമോ? ഒരു വ്യക്തതയുമില്ല. രാഷ്ട്രീയ നിരീക്ഷകരടക്കം വിശകലന വിദഗ്ധരടക്കം വെള്ളം കുടിക്കുകയാണ്. BJP വരാതിരിക്കാൻ പല മണ്ഡലങ്ങളിലും UDF-കാർ LDF സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്ത ഇല്ല. ഇത്തവണ അങ്ങനെയല്ല സംഭവിച്ചിരിക്കുന്നത് രാജേഷ് ജി. അതായത് ഇത്തവണ ആരൊക്കെയാണ് നേരിട്ട് ഏറ്റുമുട്ടുന്നത്? ആരൊക്കെയാണ്? LDF UDF ആണ്. LDF-ൽ നിന്ന് ഭരണം നഷ്ടപ്പെട്ടാൽ UDF-ന് തന്നെയാണ് സാധ്യത. കാരണം ഒരു മുഖ്യ പ്രതിപക്ഷ കക്ഷി എന്നുള്ള നിലയ്ക്ക് BJPക്ക് ഒരു MLA പോലുമില്ല. അതൊരു കുറവൊന്നുമല്ല. ഒരു MLA ഇല്ലാതിരുന്നിടത്താണ് BJP അധികാരം പിടിച്ചത് ത്രിപുരയിൽ. അപ്പോൾ അങ്ങനെ സംഭവിച്ചുകൂടായികയില്ല. പക്ഷെ കേരളത്തിൻ്റെ ഒരു പ്രത്യേക സാഹചര്യങ്ങളും ഈ മുന്നണി സംവിധാനവും ഒക്കെ വെച്ച് നോക്കുമ്പോൾ LDF-ഉം UDF-ഉം നേരിട്ട് ഏറ്റുമുട്ടുന്നു. ഈ 105 മണ്ഡലങ്ങളിലെങ്കിലും അവർ നേരിട്ട് ഏറ്റുമുട്ടുകയാണ്. അവിടെയൊക്കെ BJPക്ക് സ്വാധീനമുള്ള മണ്ഡലങ്ങളുണ്ട്, സ്വാധീനമില്ലാത്ത മണ്ഡലങ്ങളുണ്ട്. ഉദാഹരണത്തിന് ചേലക്കര BJP 34,000 ചില്ലുവാനം വോട്ട് ഉപതെരഞ്ഞെടുപ്പിൽ പിടിച്ചതാണ്. അത്
ഏതാണ്ട് പിന്നെ ഒരു 11,000 വോട്ടിന്റെ വർധനവാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. 35,000-നടുത്ത് വോട്ട് പിടിച്ചു. ഏതാണ്ട് 23,000 ചില്ലുവാന വോട്ടിൽ നിന്ന് ആണ് അത്രയും BJP കുതിച്ചു കയറിയത്. 40,000 വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന മണ്ഡലമാണ് ചേലക്കര ഇടതുപക്ഷത്തിന്, CPM-ന്. നമ്മുടെ രാധാകൃഷ്ണൻ സാറ് ആലത്തൂരിൽ നിന്ന് മത്സരിച്ച് ലോക്സഭയിലേക്ക് പോയത് കൊണ്ട് മാത്രം ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്ന ഒരു സ്ഥലമാണ്. ആകെ ആ ഒരു മണ്ഡലമാണ് അവർക്ക് ഉപതെരഞ്ഞെടുപ്പിൽ നിലനിർത്താൻ പറ്റിയത്. പാലക്കാട് പിടിച്ചെടുക്കാൻ പറ്റിയില്ല. വേറെ നടന്ന ഒരു ഉപതെരഞ്ഞെടുപ്പിലും അവർക്ക് ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതവിടെ നിൽക്കട്ടെ. അപ്പൊ ആ മണ്ഡലത്തിൽ BJPക്ക് നിലവിലൊരു 35,000 വോട്ടുണ്ട്. അത് വർദ്ധിക്കാനാണ് സാധ്യത ഇക്കുറി. അപ്പോൾ ഇതെല്ലാം നമ്മൾ ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ ഒരു 105 മണ്ഡലങ്ങളിൽ LDF UDF പോര് നടന്നു. പിന്നെ വന്നത് ഈ പറഞ്ഞതുപോലെ BJP കൂടി കടന്നു വരുന്നുണ്ട്. അതായത് BJP നിർണായക ശക്തിയായിരിക്കുന്ന 35 മണ്ഡലങ്ങൾ. അപ്പോൾ അവിടെ ഈ LDF-ഉം UDF-ഉം ചിന്തിച്ച ഒരു പാറ്റേൺ ഞാൻ പറയാം. അതായത് UDF-ഉം BJP-യും തമ്മിൽ ഏറ്റുമുട്ടുന്നു. ഉദാഹരണത്തിന് പാലക്കാട്. അവിടെ CPM-ഉം LDF-ഉം ധരിക്കുന്നത് എന്തായാലും ഇവിടെ നമ്മൾ ജയിക്കില്ല, എന്നാ പിന്നെ BJP ജയിക്കണമെങ്കിൽ ജയിച്ചോട്ടെ, കാരണം അത്രയും കോൺഗ്രസിന് സീറ്റ് കുറയും, അവർ അധികാരത്തിൽ വരില്ല. അതെ, കോൺഗ്രസിനെ അധികാരത്തിൽ എത്തിക്കുന്നതിന് തടസ്സം സൃഷ്ടിക്കാൻ ഈ പറയുന്നത് പോലെ BJP അവിടെ ജയിക്കണമെങ്കിൽ ജയിച്ചോട്ടെ. കാരണം ഈ കണ്ണാടി പോലെയുള്ള പഞ്ചായത്തുകൾ പാലക്കാട് ശക്തമായ ഇടത് വോട്ടുള്ള സ്ഥലങ്ങളാണ്. ആ ഇടത് വോട്ട് 2021 നടന്നത് നമുക്കറിയാം. വളരെ കൃത്യമായിട്ട് അവിടെ CPM പുറകിൽ പോവുകയും ഷാഫി പറമ്പിൽ മുന്നേറുകയും ചെയ്തു. ഈ ശ്രീധരൻ മത്സരിച്ചപ്പോൾ ഈ ശ്രീധരൻ ജയിക്കുമെന്ന് തോന്നിയിട്ട് ഇടതുപക്ഷം അവിടെ UDF-ന് വോട്ട് കൊടുത്തു. പകരം തൃത്താലയിൽ മുസ്ലിം വോട്ട് മറിച്ച് MP രാജേഷിന് കൊടുത്തു. ആര്? ഷാഫി പറമ്പിൽ. ഇങ്ങനൊരു അന്തർധാര അതിനകത്തുണ്ടായിരുന്നു. റാഡിക്കലായ മാറ്റമല്ല, കൊളോണിയൽ ചിന്താസരണിയും ഒക്കെ ചേർന്നുള്ള ഒരു മാറ്റം ആണത്. അപ്പോ ആ മാറ്റം ഇത്തവണ ആ കാർഡ് ഇറക്കാൻ പറ്റിയിട്ടില്ല. കുമാരപിള്ള സാറിന് അവിടെ കൈ പൊള്ളി. കാരണം അവിടെ BJP-യെ തോപ്പിക്കാൻ വേണ്ടി കോൺഗ്രസിനെ സഹായിച്ചാൽ ഈ പറഞ്ഞതുപോലെ കോൺഗ്രസിനൊരു സീറ്റ് കൂടുന്നു, നമുക്കൊരു സീറ്റ് കുറയും. അവിടെ കോൺഗ്രസിനെ പിടിച്ചു കെട്ടാൻ LDF ഒരു പക്ഷേ BJP-ക്ക് വോട്ട് കൊടുത്തിട്ടുണ്ടെങ്കിലോ. സമാനമായിട്ട് നേമത്ത് UDF ജയിക്കാനുള്ള സാധ്യത ഒട്ടും തന്നെ ഇല്ല. ഒന്നുകിൽ LDF അല്ലെങ്കിൽ BJP. എന്നാ പിന്നെ അവിടെ LDF ജയിക്കേണ്ട. നമ്മുടെ വോട്ട് അത്യാവശ്യം BJP-ക്ക് കൊടുത്തേക്കാം. BJP ജയിക്കുന്നെങ്കിൽ ജയിച്ചോട്ടെ. BJP-ക്ക് എത്ര വന്നാൽ എത്ര MLA-മാർ കിട്ടും? കൂടി വന്നാൽ 10 MLA-മാർ അല്ലെങ്കിൽ 15 MLA-മാർ. ഈ 35 സീറ്റിനകത്ത് നിൽക്കുമല്ലോ. അതെ. ഇപ്പൊ LDF-ന്റെ ഭൂരിപക്ഷം നമുക്ക് എങ്ങനെയും തടയണം. കഴക്കൂട്ടത്തും അങ്ങനെയാണ്. എന്തായാലും അവിടെ UDF ജയിക്കില്ല. ജയിക്കുന്നെങ്കിൽ LDF അല്ലെങ്കിൽ BJP. കാരണം LDF-ഉം BJP-യും നേരിട്ട് ഏറ്റുമുട്ടുന്ന സ്ഥലമാണ്. അവിടെ കോൺഗ്രസ് സൈലന്റ് ആവുന്നു. കോൺഗ്രസിന്റെ വോട്ടുകൾ LDF-ലേക്ക് പോകാതെ ഒരു പക്ഷേ അത് BJP-ക്ക് കിട്ടിയാലോ. ഇങ്ങനെയുള്ള ഒരു അട്ടിമറി ഇത്തവണ, അങ്ങനെയുള്ളൊരു അന്തർധാര. നേരത്തെ നമ്മൾ പറഞ്ഞത് BJP ജയിക്കാതിരിക്കാൻ വേണ്ടി ഇടതുപക്ഷവും വലതുപക്ഷവും മാറി മാറി ഇറക്കിയിരുന്ന ഒരു കാർഡ് ഇത്തവണ അവർ പരസ്പരം തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് BJP-ക്ക് അനുകൂലമായി ഇറക്കുന്നു എന്ന് വന്നാലോ. ആ ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അപ്പോൾ അവിടെ എല്ലാം, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 16 മണ്ഡലങ്ങളിലെ സ്ഥിതി പ്രവചനാതീതമാണ്. നമുക്ക് പേരെടുത്ത് പറയാം. പാലക്കാട്, മഞ്ചേശ്വരം, അതുപോലെ ചാത്തന്നൂര്, ഇങ്ങനെ ഒട്ടനവധി, തൃപ്പൂണിത്തറ, ഇങ്ങനെ ഒട്ടനവധി മണ്ഡലങ്ങള്, വട്ടിയൂർക്കാവ്, ആറന്മുള, അങ്ങനെ കോഴിക്കോട് നോർത്ത് സൗത്ത്, ഇവിടെ ഒന്നും സംഭവം നിസ്സാരമല്ല. മലമ്പുഴയിൽ BJP 2ാം സ്ഥാനത്താണ്. അവിടെ കോൺഗ്രസ് ബഹുദൂരം പുറകിലാണ്. അപ്പൊ ഇതൊക്കെ ഈ ഒരു ഇത് വെച്ചുകൊണ്ട് വേണം നമ്മൾ ഈ BJP-യുടെ ഈ കണ്ടെത്തലിനെ നമ്മൾ പരിശോധിക്കാൻ. BJP-യുടെ കണ്ടെത്തൽ അത്ര മോശമാണ് അല്ലെങ്കിൽ അത് ഒരു യുക്തിയില്ലാത്തതാണ് എന്ന് ഞാൻ കരുതുന്നില്ല. BJP വളരെ കൃത്യമായിട്ടും യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയാണ് അതായത് 2 സീറ്റിൽ ഞങ്ങൾ ജയിക്കും, അത് ഉറപ്പാണ്. അതിനകത്തൊരു ലോജിക് ഉണ്ട്. കാരണം നേമത്ത് അവർ ജയിക്കുമെന്ന് പറയുന്നതിന് അവരുടേതായ ന്യായങ്ങളുണ്ട്. കഴക്കൂട്ടത്ത് ജയിക്കുമെന്ന് പറയുന്നതിനും അവർക്ക് അവരുടേതായ സോളിഡായിട്ടുള്ള ന്യായങ്ങളുണ്ട്.
പിന്നെ 35 മണ്ഡലങ്ങളിലെ സ്ഥിതി ഇതാണ്, ഞങ്ങൾ ഇത്ര വോട്ട് വെച്ച് നേടും എന്ന് പറയുമ്പോൾ അവർ ജയിക്കുമെന്നല്ല പറഞ്ഞത്. ഞങ്ങൾ 50,000-ത്തിന് മുകളിൽ വോട്ട് പിടിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങൾ, ഞങ്ങൾ 40,000-40,000-ത്തിന് മുകളിൽ വോട്ട് പിടിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങൾ എന്ന് പറഞ്ഞാണ് കാര്യങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും അതിനൊരു പ്രസക്തിയുണ്ട്. BJPയുടെ കണ്ടെത്തൽ വെറുതെയാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ 35 സീറ്റ് വളരെ നിർണായകമാണ്. ലക്ഷ്യം ഒരു 3 വർഷത്തിനപ്പുറത്തേക്കാണ്. അതായത് 2029-ൽ അതെ, ഒരു വൺ നേഷൻ വൺ ഇലക്ഷൻ നടക്കുമ്പോൾ സാഹചര്യമുണ്ട്. BJP അതിശക്തമായിട്ട് ഒന്ന് ഓർത്താൽ നമുക്ക് 2021-ൽ കെ സുരേന്ദ്രൻ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഇവിടെ ഒന്ന് പരിശോധിക്കാം. അന്ന് സുരേന്ദ്രൻ പറഞ്ഞ 35 സീറ്റ് കിട്ടിയാൽ ഞങ്ങൾ ഭരിക്കുമെന്നാണ് അന്ന് പറഞ്ഞ. ആ 35 സീറ്റ് ഇവിടെ കൃത്യമായിട്ട് ഒരു BJP ഒരു വലിയ വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് നിൽക്കുകയല്ലേ. ഈ 35 സീറ്റിൽ നിസ്സാരമാണോ? നോക്കൂ, കോൺഗ്രസിന് 30,000-ത്തിന് താഴെ വോട്ട് പോയ മണ്ഡലങ്ങളുണ്ട് കേരളത്തിൽ. ഇപ്പോഴും നേമം എന്ന് പറയുന്ന മണ്ഡലത്തിൽ കോൺഗ്രസിന് 30,000-ത്തിന് മുകളിലേക്ക് വോട്ട് ഉയർത്താൻ കഴിയുമോ എന്ന് സംശയമുണ്ട്. കഴക്കൂട്ടത്ത് അതിന് കഴിയുമോ എന്ന് സംശയമുണ്ട്. ഈ 35 സീറ്റും രണ്ട് മുന്നണികളുടെയും അവരുടെ ട്രഷറിയിൽ നിന്നായിരിക്കും എടുക്കുക. അതെ അതെ. ക്ഷീണം രണ്ടുപേർക്കും ഉണ്ടാവും. ക്ഷീണം രണ്ടുപേർക്കും. ഒരാൾ താഴ്ന്നു, ഒരാൾ ഉയരുന്നു എന്നുള്ളൊരു അവസ്ഥ വരില്ല. ഒരാള് ചിലപ്പോൾ സമ്പൂർണ്ണമായിട്ടും തകരാൻ സാധ്യതയുണ്ട്. കാരണം ഈ മറ്റേ ആള്, നമ്മുടെ യഥാർത്ഥ എതിരാളി ജയിക്കണ്ട, BJP വേണമെങ്കിൽ ജയിച്ചോട്ടെ എന്നൊരാൾ സ്റ്റാൻഡ് എടുത്താൽ ആ ആള് വലിയ രീതിയിൽ പുറകിലേക്ക് പോകും. പക്ഷെ അത് അവർക്കൊരു ഇപ്പോൾ ഒരു വിഷയമല്ല. ഞങ്ങൾ ആദ്യം ജയിച്ചു വരട്ടെ, അധികാരം കിട്ടട്ടെ. ഒരു കൂട്ടർ 10 വർഷമായിട്ട് പ്രതിപക്ഷത്തിരിക്കുന്നവർക്ക് എങ്ങനെ അധികാരം പിടിക്കണം, 10 വർഷമായിട്ട് അധികാരത്തിൽ ഇരിക്കുന്നവർക്ക് എങ്ങനെ അധികാരത്തിൽ തുടരണം, അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ രാഷ്ട്രീയ കളികളും എല്ലാ കരുക്കളും എടുത്ത് അവരുപയോഗിച്ച് കളിക്കും. അത് ഇവിടെ കേരള രാഷ്ട്രീയത്തിൽ വളരെ കൃത്യമായിട്ട് ഇക്കുറി നടന്നിരിക്കുന്നു. അത് മനസ്സിലാക്കിയിട്ടാണ് BJP യാഥാർത്ഥ്യ ബോധത്തോടു കൂടി ഇങ്ങനൊരു വിലയിരുത്തൽ നടത്തിയിരിക്കുന്നത്. BJPയുടെ വിലയിരുത്തൽ വളരെ മനോഹരമാണ്, വളരെ യുക്തിസഹമാണ്. അത് എന്താ പറയുക, ഈ പറയുന്നത് പോലെ ചുമ്മാ വെറുതെ ഞങ്ങൾ ഇത്ര സീറ്റ് കിട്ടും, ഞങ്ങൾ ഭരിക്കും എന്നൊന്നും പറയുന്നത് പോലെ അല്ല. വളരെ യാഥാർത്ഥ്യ ബോധത്തോടു കൂടി BJP വളരെ കൃത്യമായി സ്വന്തം പെർഫോമൻസ് അത് വളരെ കൃത്യമായിട്ട് BJP വിലയിരുത്തിയിരിക്കുന്നു എന്നാണ് ഈ ഒരു വാർത്ത. സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ഇതിപ്പോൾ വലിയ തരംഗമായിട്ട് പ്രചരിക്കുന്നുണ്ട്. ഇപ്പം BJP ഇനിയിപ്പോൾ ഔദ്യോഗികമായിട്ട് ഇതൊക്കെ സമ്മതിക്കും എന്നൊന്നും, അല്ലെങ്കിൽ അവരങ്ങനെ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപനമൊന്നും നടത്തിയിട്ടില്ല. അതുകൊണ്ട് ഇതൊരു ഔദ്യോഗിക പ്രഖ്യാപനമായിട്ട് കരുതിയിട്ടല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഈ പറഞ്ഞതുപോലെ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ഇതിങ്ങനെ ഇങ്ങനെ അന്തരീക്ഷത്തിൽ പരക്കുന്നുണ്ട്. ആ പരക്കുന്നത് അതിൻ്റെ ഉള്ളടക്കത്തിന് കൃത്യമായിട്ട് കേവല യുക്തിയുണ്ട്. അതുകൊണ്ട് തന്നെ അത് നമുക്ക് സ്വീകരിക്കാവുന്നതുമാണ്.